പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് കവാടത്തിന് സമീപം വീണ്ടും ഒരു കാട്ടുപോത്ത് ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കാട്ടുപോത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ കാട്ടുപോത്ത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. പത്തനംതിട്ടയിൽ നിന്ന് EV ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ കാട്ടുപോത്തിനെ കയറ്റാൻ പറ്റിയോ? അതായത് SKN, ഈ കാട്ടുപോത്ത് ഇതിനകം തന്നെ കാട് കയറിയിട്ടുണ്ട്. ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഭാഗം വനമേഖലയിൽ പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൽ എത്തി പോകാറുണ്ട്. വേണമെങ്കിൽ സ്ഥിരം സന്ദർശകർ എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഈ അടുത്ത കാലത്ത് ഒരു കാട്ടുപോത്ത് മെഡിക്കൽ കോളേജിനുള്ളിൽ പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങി കാട്ടുപോത്ത് സമാധാനപരമായി തന്നെ കാട് കയറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടുപോത്ത് ആശുപത്രിയിൽ എത്തുന്നത്. ഈ സമയം ഒരു 108 ആംബുലൻസ് ഈ ആശുപത്രിയിലേക്ക് കവാടത്തിലൂടെ കയറി വരുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ കാട്ടുപോത്ത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെയാണ് തിരിച്ച് കാട് കയറിയത്. എന്തായാലും ആളുകൾക്കുള്ളിൽ ഈ കാട്ടുപോത്തിനെ പൊടുന്നതിനെ കാണുമ്പോൾ വലിയൊരു പരിഭ്രാന്തി ഉണ്ട്. എന്തായാലും വനം വകുപ്പും ഈ മൃഗങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ജാഗ്രത വേണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഈ ഹോസ്പിറ്റലിന്, ആശുപത്രിക്ക് വേണമെന്ന് വനം വകുപ്പ് എന്നോട് നാട്ടുകാരും മറ്റും ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വനമേഖലയുടെ അടുത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങുക എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം കൂടിയാണ്. SKN. ഓക്കെ. EV ജയശങ്കറാണ് ടെലിഫോണിൽ ചേർന്നതിലും. കാട്ടുപോത്ത് കാട് കയറി നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം, മനസ്സമാധാനത്തോടെ. പക്ഷേ കോന്നിയിൽ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിഥികൾ വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സിന് അലോസരം പോലെ. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്?